ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബെൽജിയത്തിൻ്റെ ബോർഡർ താണ്ടിയിരിക്കുകയാണ്. ഇന്നും നാളെയും ബെൽജിയത്തിലായിരിക്കും. അത് കഴിഞ്ഞ് ആംസ്റ്റർഡാമിലേക്ക് പോകും. നല്ല തണുപ്പുണ്ട്, പക്ഷേ മഴയില്ല. ഞാൻ ബെൽജിയത്തിൻ്റെ ഒരു ഏകദേശം രൂപം കാണിച്ചു തരാം. ഏറ്റവും നല്ല ക്ലീൻ സിറ്റിയാണ്. കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഒരു ഇന്ത്യയുടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇതാണ് ബെൽജിയത്തിൻ്റെ ഏകദേശം. എല്ലാം സിംഗിൾ വീടുകളാണ്. പക്ഷേ വീടുകളെല്ലാം ഒരു വില്ല മാതിരിയാണ്. എല്ലാവരും ഇവിടുത്തെ എല്ലാ ആൾക്കാരും വളരെ പൊളൈറ്റ്നെസ്സാണ്. ഓരോ വീടുകൾക്കും അതിൻ്റെതായ ഇതുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ച് കണ്ടു. നല്ല ഒരു ചർച്ചാണ്. ക്രിസ്ത്യൻ ചർച്ചാണ്. അത് ഒരു ന്യൂ ജനറേഷൻ ചർച്ചാണ്. ഇതാണ് ഇവിടുത്തെ ഏകദേശം രൂപം. ഇത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡ് ലഭിക്കുന്ന ഒരു വേ ടു ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ബെൽജിയത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ബെൽജിയത്തിൻ്റെ ഓരോ സ്ഥലങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ 2 ദിവസം കടന്നുപോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ഥലത്തും പോകുമ്പോൾ കിട്ടുന്ന പുതിയ അനുഭവങ്ങൾ, പുതിയ അവരുടെ സംസ്കാരങ്ങൾ, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. സാധാരണ ലെവലിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സംവിധാനങ്ങളാണ് ഓരോ സ്ഥലത്തും. നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥലങ്ങൾക്കും ഈ രാജ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ വീടുകളെല്ലാം വളരെ നല്ല സ്റ്റൈലിഷ് വീടുകളാണ് കേട്ടോ. ഓരോ വീടുകൾക്കും ഫ്രണ്ടിലെല്ലാം നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർ ജീവിക്കുന്നത്. ഇതുപോലത്തെ ഡബിൾ ഡെക്കറിൻ്റെ വണ്ടികളെല്ലാം ഉണ്ട്. ഇതുപോലത്തെ വണ്ടികളിലാണ് അവർ സൈറ്റ് സീനൊക്കെ എല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക ഈ രാജ്യത്തിന് വേണ്ടി. രാജ്യത്തിൻ്റെ ഓരോ വ്യക്താക്കൾ. ഇതാണ് ഞാൻ വരുന്ന വണ്ടി അവർ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഹോട്ടലിലേക്ക് പോവുകയാണ്. ഓരോരുത്തരും വ്യക്തമായിട്ടും പ്രാർത്ഥിക്കുക. ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യം സമ്പൂർണ്ണമായിട്ടും ക്രിസ്തുവിനെ അറിയുവാൻ, ഇവിടുത്തെ യുവതലമുറകളെല്ലാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെറിയ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ ദൈവം അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ നിങ്ങളെല്ലാവരും ആഹ്വാനം ചെയ്യുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് ദൈവം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അഭിഷിക്തന്മാരെ, യുവ പ്രാസംഗികരെ, എല്ലാവരെയും ഓരോ രാജ്യങ്ങളിലേക്ക് നിങ്ങളുടെ ദർശനം ഒന്നുകൂടി വർദ്ധിപ്പിക്കുക. നിങ്ങളൊരു സാധാരണ ലെവലിൽ നിൽക്കുന്ന ചിന്താഗതി വിട്ടുമാറുക. കേരളത്തിലെ ഏതെങ്കിലും 5 പള്ളികളിലോ ചർച്ചുകളിലോ പ്രസംഗിക്കുന്ന രീതികൾ മാറ്റുക. പോസ്റ്ററിൽ പേര് വരുന്ന സംവിധാനം മാറ്റുക. ഞാൻ എത്ര ചർച്ചിൽ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഞാൻ എത്ര ദേശങ്ങളിൽ പോകുന്നു, അതല്ല വിഷയം. രാജ്യങ്ങൾ പിടിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. രാജ്യങ്ങളിലേക്ക് സത്യസുവിശേഷം എത്തണം. ലോകത്തിൻ്റെ ഭൂലോകത്തൊക്കെയും ഈ സുവിശേഷം എത്തേണ്ടതാണ്. അതുകൊണ്ട് ആഫ്രിക്ക, ഏഷ്യൻ ഭൂഖണ്ഡം, അതുപോലെ അമേരിക്കൻ രാജ്യങ്ങൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടെയെല്ലാം നമ്മൾ ചെന്നെത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ചെറിയ പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് അക്ഷരികമായി ഒന്നും കാണുവാൻ സാധിക്കത്തില്ല. പക്ഷേ ദൈവം ഒരു ദിവസം പ്രതിഫലം തരുമ്പോൾ, വിശ്വസ്ത ദാസനെ എന്ന് പേർ വിളിക്കുമ്പോൾ, അടിയനിതാ എന്ന് പറയുവാൻ തക്ക നിലവാരത്തിൽ ഒരു ദൈവകൃപ നിങ്ങളിൽ വരേണ്ടതിന് നിങ്ങളുടെ ദർശനത്തെ ഒന്നുകൂടി മൂർച്ച വരുത്തുക. ഒരു നല്ല മൂർച്ചയുള്ള ആയുധം ഏറ്റവും നല്ല സാധനങ്ങൾ വെട്ടിമാറ്റുന്നത് പോലെ ഈ ദിവസങ്ങൾ നിങ്ങൾ ആയിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെയും ആ പ്രദേശങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ എത്തിക്കും. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പോകുന്ന രാജ്യങ്ങളെക്കാൾ മേൽത്തരമായ രാജ്യങ്ങളിലേക്ക് ദൈവം കൊണ്ടെത്തിക്കട്ടെ. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്ലി. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.